ഇതിപ്പോൾ 60 വർഷമായി ഈ ഡാം തകർച്ചയിലാണെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ട്. ഇത് ഞാനിരുന്ന് പറയണമല്ല, ആദ്യം പറഞ്ഞത് സെൻട്രൽ വാട്ടർ കമ്മീഷനാണ്. പൊളിച്ചു കളയേണ്ട ഡേറ്റ് തീരുമാനിക്കണം. ഇതാണ് ഞാൻ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരീരം ഛിന്ന ഭിന്നമായി പോവുക ചെയ്തു. അത്ര ഫോഴ്സിനെ ഇത് വരുന്നത്. ഇതിപ്പം ഒരു ഉരുൾപൊട്ടൽ മാത്രമേ ഉള്ളൂ. ഒരു ഡാം തകർന്നു എന്നാൽ ഇത്ര ഫോഴ്സാണോ? നമ്മൾ ഈ ഉരുൾപൊട്ടൽ നമ്മളെ കാണിച്ചു തന്നത് എന്തിനാണ്? അങ്ങനെ ആകുമ്പോൾ അവരുടെ സയൻസ് പ്രകാരം ഒരു ഡാമിൻ്റെ മാക്സിമം ലൈഫ് എന്ന് പറയുന്നത് 40 വർഷമുള്ളൂ. ഇത് 130 വർഷം പഴക്കമുള്ള ഡാം അവർക്ക് പരിശോധിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിൻ്റെ ടൈം എക്സ്പയർഡായി. ഇത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ മാത്രമേ ഉള്ളൂ എൻ്റെ ലക്ഷ്യം. പുത്തുമലയിൽ നമ്മൾ കണ്ടു, ഈ വർഷം മുണ്ടക്കയിൽ കണ്ടു, ചൂരൽമലയിൽ കണ്ടു. ഇത് കഴിഞ്ഞ ഓഗസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. ഓഗസ്റ്റിൽ പെയ്യുന്ന മഴ എന്താണ്? ഈ എറണാകുളത്ത് 7+ വരുന്ന ഭൂകമ്പം ഉണ്ടാവാമെന്നാണ് സീസ്മോളജിസ്റ്റുകൾ പറയണത്. അതേ സ്ഥലത്ത് തന്നെ പ്രഭവ കേന്ദ്രമായിട്ട് ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് 6 വർഷത്തിനുള്ളിൽ സംഭവിക്കുമെന്ന് സീസ്മോളജിസ്റ്റുകളുടെ പ്രവചനമുണ്ട്. അതായത് 2030 സംഭവിക്കും. നിങ്ങളോട് ഈ ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണ്? ഞങ്ങൾക്ക് ജീവൻ തരുമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയണ എപ്പോഴാണ്? ഈ അവസാന നിമിഷങ്ങളിലാണ്. ഇനി സമയമില്ല. അതായത് മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി. കാരണം ഇതിനെതിരെ യാതൊരു വിധത്തിലുള്ള നടപടി എടുക്കുന്നില്ല. എന്നാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം വയനാട്ടിലെ ഇഷ്യൂ പോലും 14 വർഷങ്ങൾക്ക് മുൻപ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ എക്സാക്ട് സ്പോട്ട് സഹിതം പ്രെഡിക്റ്റ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഒരു ദുരന്തമായിട്ട് നമ്മൾ നേരിട്ട് കണ്ടത്. അപ്പോൾ ഇതിനും വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്ന സാർ അടക്കമുള്ളവർ നമ്മളിലേക്ക് അവയർനെസ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിനി എന്താണ് ഇപ്പോൾ നിലവിലെ മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ എന്താണ്? ഇതിപ്പോ 60 വർഷമായി ഈ ഡാം തകർച്ചയിലാണെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ട്. ഇത് ഞാനിരുന്ന് പറയണമല്ല, ആദ്യം പറഞ്ഞത് സെൻട്രൽ വാട്ടർ കമ്മീഷനാണ്. ഡോക്ടർ KC തോമസ് ആണ് പറഞ്ഞത്. അതിനുശേഷം എത്രയോ ഏജൻസീസ് പഠിച്ചു. IIT ഡൽഹി പഠിച്ചു, IIT റൂർക്കി പഠിച്ചു, ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി പഠിച്ചു, ഐക്യരാഷ്ട്ര സംഘടന തന്നെ അക്കാഡമിക് വിങ് പഠിച്ചു, കേരള ഗവൺമെൻറ് തന്നെ വിദഗ്ധ സമിതി, കേരള ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത വിദഗ്ധ സമിതി പഠിച്ചു. ഇതെല്ലാം ക്രോഡീകരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് വന്നില്ലേ? അപ്പോൾ 60 വർഷമായിട്ട് ഇവിടുത്തെ ഇതെല്ലാം പരിഹരിക്കേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വമാണ്. 60 വർഷമായിട്ട് ഇത് പരിഹരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ നേതൃത്വം ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷിയർ വേസ്റ്റ്, അത്രയേ ഉള്ളൂ. ഷിയർ വേസ്റ്റാണ് അവർ. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയാറില്ലേ? നമുക്കിത് മാറ്റാം. നമ്മുടെ കേരളത്തിൽ ഈ 84 ഡാംസ് ഉണ്ടാക്കി വെച്ച്, 84 ഡാംസ് ഇവിടെ എന്തിനാണ്? ഓരോ ഡാംസ് എന്ന് വെച്ചാൽ 1000, 2000, 3000 കോടി രൂപ ചിലവ് അതിൻ്റെ നിർമ്മാണത്തിന് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഖജനാവിൽ നിന്ന് എടുത്ത് ചിലവാക്കിയ പണമാണ്. ഇത്രയും ഹ്യൂജ് പ്രോജക്റ്റ് എന്തിനാണ് എന്ന് പറയാമോ അതിലേക്ക്? ഈ കേരളത്തിൽ 84 ഡാംസ് ഉണ്ടാക്കി വെച്ചത് എന്തിന് പറയും? അറിയില്ല. അത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഈ നാട് ഭരിക്കുന്ന നമ്മളെയൊക്കെ സേവിച്ചു കൊള്ളാം, നമ്മൾ പറയുന്ന നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരാം എന്നൊക്കെ നമ്മളെ പ്രലോഭിപ്പിച്ച് വെള്ളയും ഉടുത്ത് പെരുങ്കള്ളന്മാർ ആയി മാറിയില്ലേ? അവർ പെരുങ്കള്ളന്മാരായി മാറിയില്ലേ? ഈ 84 ഡാംസ് ഉണ്ടാക്കി വെച്ചപ്പോൾ പ്രകൃതി നശിച്ചു. പ്രകൃതി നശിക്കുക എന്ന് പറഞ്ഞാൽ ഭൂകമ്പ സാധ്യത വർദ്ധിച്ചു. റിക്ടർ സ്കെയിലിൽ 2 മാഗ്നിറ്റ്യൂഡ് വന്ന ഭൂകമ്പങ്ങൾ 2011 തുടങ്ങിയ ഭൂകമ്പങ്ങൾ കൂടി വന്ന് 3.4 ഫിനിഷ് ചെയ്യുന്നു. കോട്ടയത്ത് ഭൂമിക്കടിയിൽ നിന്ന് വലിയൊരു മുഴക്കമുണ്ടായി. എത്ര പേര് ഈ നാട്ടിൽ അറിഞ്ഞ്? ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തോ? അത് തൃശ്ശൂരും ഭൂമിക്കടിയിൽ നിന്ന് വലിയൊരു മുഴക്കമുണ്ടായി. തൃശ്ശൂരും പാലക്കാട്ടും 3.1 വരുന്ന ചലനങ്ങളുണ്ടായി. ഇതിനൊക്കെ വേണ്ട രീതിയിൽ ഒരു പ്രാധാന്യം കൊടുത്തു. കേരളത്തിലെ ജനങ്ങളെ അറിയിച്ചോ? ഇവിടെ 100ഓളം ചെറു ചലനങ്ങൾ ഉണ്ടായത് കേരളത്തിലെ ജനങ്ങളോട് അറിയിച്ചോ? ഈ 84 ഡാംസ് കാരണം, ഈ ഡാമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം മുല്ലപ്പെരിയാർ ഡാം തന്നെ 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന ഏർപ്പാടാണ്. ഇടുക്കിയും അത് തന്നെ 65 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നതാണ്. വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയാൽ എന്ത് സംഭവിക്കും? വലിയൊരു പ്രഷർ ഉണ്ടാവും താഴേക്ക്.
ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണോ? ഇത് നമുക്ക് ഒരു കോമൺ സെൻസ് അല്ലേ? വലിയ പ്രഷർ ഉണ്ടാവും. വലിയ പ്രഷറും കൊണ്ട് താഴെയുള്ള ലെയേഴ്സ് ഓഫ് റോക്സ് അതിങ്ങനെ പാറകളുടെ അടുക്ക് അതിങ്ങനെ തെന്നി മാറും. ഈവൻ പല റിപ്പോർട്ടുകളും പറയണത് തമിഴ്നാട് വരെ ഈ പാറ തെന്നി മാറിപ്പോയിട്ടുണ്ടെന്നാണ്. അപ്പോൾ എന്തു സംഭവിക്കും? എല്ലാ ഡാമുകളുടെ അടിയിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടും. ലോകം ഉപേക്ഷിച്ച ഒരു സംഭവമാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. ലോകത്ത് ബോധമുള്ളവനൊക്കെ ഓരോന്നോരോന്നായിട്ട് ഡീകമ്മീഷൻ ചെയ്യാണ്. ഇത് വലിയൊരു പ്രകൃതി വിനാശമാണ് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട്സ്. ഇവിടെ അതൊന്നും പരിഗണിക്കാണ്ട് ഈ കേരളം എന്ന് വെച്ചാൽ ദൂരമുണ്ട് 38,863 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം ഈ പറയുന്നത്. നമ്മൾ വിചാരിക്കും ഇതെന്തോ ഒരു വലിയ സ്ഥലമാണ്. തമിഴ്നാടിൻ്റെ 2 ജില്ലകൾ ചേർത്ത് വെച്ചാൽ നമ്മൾ ജലം കൊടുക്കുന്ന 5 ജില്ലകളുണ്ട്. അതിന്ന് 2 ജില്ലകൾ ചേർത്ത് വെച്ചാൽ മൊത്തം കേരളമായി. അവിടെയാണ് 84 ഡാംസ് ഇപ്പോഴും പണിയാൻ പോവുക. ഇപ്പൊ ഏതാണ്ട് 9 എണ്ണം പണിയാനിട്ടിരിക്കുക. പദ്ധതികൾ പകുതി വഴിക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ 84 ഡാമുകൾ പണിതത് എന്തിനാണെന്ന് സാർ ചോദിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടം എന്ന് ഇപ്പൊ മുല്ലപ്പെരിയാർ ആണെങ്കിൽ പോലും മുല്ലപ്പെരിയാറിന് പിന്നിൽ നടക്കുന്നത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങളാണോ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചുകൊണ്ട്? കാരണം യാതൊരു വിധത്തിലുള്ള ഒരു പരിഗണന പോലും മുല്ലപ്പെരിയാറിന് കൊടുക്കുന്നില്ല. കാരണം ഇതിന് പിന്നിലൂടെ രാഷ്ട്രീയ അഴിമതിയോ അട്ടിമറിയോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും സ്വാർത്ഥ ലാഭങ്ങൾ ലഭിക്കുന്നുണ്ടോ? അത് നമ്മൾ ഭീമമായ സ്വാർത്ഥ താല്പര്യങ്ങൾ, ഭീമമായ അഴിമതി ഇതിൻ്റെ പുറകിലുണ്ട്. ജനങ്ങളുടെ ജീവൻ വെച്ചിട്ട് ഓരോ മനുഷ്യരുടെയും തല എണ്ണി നോക്കിയിട്ട് അങ്ങനെ തന്നെ പറയേണ്ടി വരും. അതായത് തമിഴ്നാട് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവർ റിലീസ് ചെയ്ത ഒരു രേഖയുണ്ട്. ആ രേഖ പ്രകാരം ഈ വെള്ളത്തിൽ നിന്ന് 50,000 കോടി രൂപ പ്രതിവർഷം അവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. 50,000 കോടി എന്ന് ആലോചിച്ച് നോക്ക്. ആ, ഇതിൽ നിന്ന് കൃഷിയിൽ നിന്ന് മാത്രം അതിൽ നിന്ന് ഒരു 10 കോടി കിട്ടിയ, അല്ല 10,000 കോടി കിട്ടിയ, 50,000 കോടിയിൽ നിന്നൊരു 10,000 കോടി കിട്ടിയാൽ നമ്മുടെ ഈ നാട് രക്ഷപ്പെടില്ല. അത്ര റിസോഴ്സസ് ഉണ്ട്. പറയുന്ന 84 ഡാംസിൻ്റെ കാര്യം പറയുമ്പോൾ ഇലക്ട്രിസിറ്റി എവിടെ നിന്ന് ഉണ്ടാക്കുന്ന ചാടി ചോദിക്കണേ. എന്തൊരു വിവരശൂന്യതയാണെന്നാണ് ഞാൻ ചോദിക്കണേ. ഈ നാട്ടിലെ ജനം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ഞാൻ ഓർക്കണേ. നമ്മൾ ഇവിടെ 2 മാസം മുമ്പ് പുറത്തേക്ക് ഇറങ്ങല്ലേ സൂര്യാഘാതം ഉണ്ടാവുന്ന ഗവൺമെൻറ് വാൺ ചെയ്തു ഇല്ലേ? അത്രമാത്രം സൂര്യപ്രകാശം ഉണ്ടായിട്ട് നമ്മളത് വേസ്റ്റാക്കാണ്. നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. എന്താ കാരണം? ഒരു സോളാർ പാനൽ സ്ഥാപിച്ചാൽ അതിൽ നിന്നൊന്നും ഒരു അഴിമതി നടത്തിയൊന്നും കാര്യമായി പോക്കറ്റിൽ വെക്കാൻ പറ്റില്ല. ഒരു ഡാം പണിത് വെക്കുന്ന പോലെ. അതാണ് സംഭവം. ഇത് തിരിച്ചറിയണം. നിങ്ങളെ സേവിക്കാമെന്നും നിങ്ങൾക്ക് വേണ്ട എല്ലാ റിസോഴ്സസും ഈ ഖജനാവിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിച്ച് നമ്മളെ വിശ്വസിപ്പിച്ച് കയറിയിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം. ഞാനിങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തെ അടച്ചാക്ഷേപിക്കുമ്പോണ്ടല്ലോ ഇവർ മറുപടി പറയട്ടെ. അതെ, അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് ഇതിനെ പറ്റിയിട്ട് കാര്യമായിട്ട് അന്വേഷിച്ച ഒരാൾ തന്നെയാണ് സാർ. അപ്പം സാർ പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂവിലാണെങ്കിൽ പോലും എനിക്ക് വ്യക്തമായിട്ട് അറിയാം ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതും ആരൊക്കെ എത്ര കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നും വ്യക്തമായിട്ട് അറിയാമെന്നും സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം സാർ എന്തുകൊണ്ട് അത് പബ്ലിക്കിലേക്ക്? കാരണം ഒരുപാട് പേര് സാറിൻ്റെ ഒപ്പം ഇന്നത്തെ ഒരു സമൂഹമാണെങ്കിൽ പോലും ഒറ്റക്കെട്ടായിട്ട് റസൽ സാറിൻ്റെ കൂടെ ഉണ്ട്. അപ്പം ആ ഒരു സമയത്ത് ഇങ്ങനെ വ്യക്തമായിട്ട് അറിയാമെങ്കിൽ അത് ഞങ്ങളിലേക്ക് തരുന്നതിലുകൊണ്ട് സാർ എന്താണ് ഒരു മടി കാണിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ആ വിവരങ്ങൾ അല്ലെങ്കിൽ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. ഇതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു നേട്ടം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ആളുമല്ല. എൻ്റെ ലക്ഷ്യം വളരെ ലിമിറ്റഡാണ്. അതായത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ മാത്രമേ ഉള്ളൂ എൻ്റെ ലക്ഷ്യം. അല്ലാണ്ട് ഈ രാഷ്ട്രീയക്കാരെ നന്നാക്കാനോ ഇതൊന്നും എൻ്റെ ഒരു അജണ്ടയിൽ പെടുന്നതല്ല. പിന്നെ തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി, എവിടെയൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ എക്സ്പോസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് മനുഷ്യൻ്റെ ജീവന് കിട്ടാൻ പോകുന്നത്? മുല്ലപ്പെരിയാർ ഇഷ്യൂവിൽ പ്രതിക്കൂട്ടിൽ ആരായിരിക്കും സാറ് ഇപ്പോഴത്തെ സാറിൻ്റെ ഒരു വിഷൻ വെച്ചിട്ട് പ്രതിക്കൂട്ടിൽ ആരാണുള്ളത് സാറിൻ്റെ ഒരു വിഷനിൽ? അത് ആദരയ്ക്ക് തന്നെ പറയാൻ കഴിയും. ഞാൻ സുപ്രീം കോടതിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വലിയ ഗഹനമായ നിയമപ്രശ്നങ്ങളോ കരാറിൻ്റെ സാധുതയോ, ഇപ്പോൾ കരാറിൻ്റെ സാധുത അന്വേഷിക്കാൻ നടക്കുക ഈ 12-ാം മണിക്കൂറിൽ. അതിന് ഒരു 10 കൊല്ലം അന്വേഷിച്ചാലും ഇതിനൊരു തീരുമാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതൊന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല.
സുപ്രീം കോടതിയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അന്യമായ ഒരു ശാസ്ത്രത്തെക്കുറിച്ചാണ്. ഇവിടെ അങ്ങനെ ഒരു ശാസ്ത്ര ശാഖ ഇല്ല. അത് റിലയബിലിറ്റി സയൻസ് എന്ന് പറയും. റിലയബിലിറ്റി സയൻസ് പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയോ എന്തിന് ഡാം എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയോ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസോ ഇവിടെ ഇല്ല. ഒരു ഡാം സ്ട്രക്ചർ, ഒരു സിമൻറ്റ് സ്ട്രക്ചർ, ഇത് എത്ര നാൾ നമുക്ക് റിലേ ചെയ്യാൻ പറ്റുമെന്നുള്ളത് പറയേണ്ടത് അവരാണ്. അവർ വന്നിട്ട് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ചിട്ട് അതിൻ്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യും എന്നത് പൊളിച്ചുകൾ. ഞാൻ ഈ ഡീകമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് പലർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതെന്ന് പച്ച മലയാളത്തിൽ പറയുകയാണ്, നിർവീര്യമാക്കാമെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണ്, ഇത് പൊളിച്ചു കളയാണ് ഡേറ്റ് തീരുമാനിക്കണം. ഇതാണ് ഞാൻ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരള സർക്കാർ വന്ന് പറയുകയാണ്, റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല, അതിൻ്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെൻറ് ഓഫ് കേരള വഹിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് 2 സെൻറ്റൻസ് ഇന്ന് ഈ ദിവസം ഇടുകയാണെങ്കിൽ നാളെ മുല്ലപ്പെരിയാർ കേസ് തീർന്നു.